സന്ധ്യ മുതൽ ഞാൻ നോക്കിയിരിക്കുന്ന എന്തെത്ര വൈകിയത്? ഇത്തിരി തിരക്കായി പോയി. ഒരുപാട് തിരക്ക് വരുമ്പോ എന്നെ മറന്നു പോവോ? ഹേ, നിന്നെ മറക്കാനാ ഞാൻ. അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കേ. ഇനി മുതല് ഞാൻ സുഖുവേട്ടാന്ന് വിളിക്കട്ടെ? സുഖേട്ടാ, സുഖേട്ടാ. ഇതെന്ത് പറ്റി സുഖേട്ടാ? അടുത്ത് വന്നിങ്ങനെ അട്ടഹസിക്കുന്ന എന്തിനാ? സുഖേട്ടൻ ഇങ്ങനെ ഒരേ നിൽപ്പ് നിൽക്കായിരുന്നു, വിളിച്ചിട്ടും മിണ്ടിയില്ല. അതുകൊണ്ട് അലർന്ന എന്റെ ചെവിയിലേക്ക്. ഞാൻ ഒച്ച എടുത്തില്ല, മിണ്ടാതെ നിന്നപ്പോ എന്തിനു സുഖേട്ട ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഇത്രയ്ക്ക് വെറുക്കാൻ മാത്രം എന്ത് തെറ്റ് ചെയ്തിട്ടാ ഞാൻ? ഓ, ഇനി തുടങ്ങും പരാതിയും പരിഭവവും കണ്ണീരും ഒക്കെ. ഒരു നിമിഷമെങ്കിലും സ്വൈര്യം തരാമോ? ആശം. ഇപ്പൊ വേദന ഉണ്ടോ മോളെ? ഈ കുഞ്ഞമ്മയുടെ ഒരു പേടി. എനിക്കൊരു കുഴപ്പമില്ല. പിന്നെന്താ നിന്റെ മുഖം വാടിയിരിക്കുന്നേ? എന്താ മോളെ? ഒന്നുമില്ല ശാരദാമ്മേ. നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു വരില്ല എന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ അമ്മ അവസാനായിട്ടെങ്കിലും ഒന്ന് സംസാരിച്ചിട്ടേ മരിക്കുള്ളൂ എന്നാ ഞാൻ. ഇനി അതോർത്ത് വിഷമിക്കണ്ട. മരിച്ചത് നന്നായി എന്നാ വിചാരിക്കണ്ടേ? എത്ര കാലമായി ഒരേ കിടപ്പ് കിടക്കണം? ഇനിയും കിടന്ന് നരയിക്കാതെ ദൈവം രക്ഷിച്ചു എന്ന് വിചാരിച്ചാ മതി. ഞാനും അങ്ങനെ സമാധാനിക്കുന്നുണ്ട്. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അമ്മയുടെ മുഖം തെളിഞ്ഞു വരിക മനസ്സിൽ.
അവളിനി വെറും ദേവയാനിയല്ല, ദേവയാനി IAS. IAS. മോളെ, അച്ഛന്റെ മനസ്സ് നിറഞ്ഞു കേട്ടോ, സന്തോഷായി. ഇനി ജോലിക്ക് ചേരാവോ? ജോലിക്ക് ചേരാം, പക്ഷെ പോസ്റ്റ് ഒഴിവ് വരണം. മോള് വാ. ഞാൻ പാസ്സായിട്ട് വരുമ്പോ ഗ്രീഷ്മച്ചിയുടെ ചിരിക്കുന്ന മുഖം കാണാനായിരുന്നു എനിക്കിഷ്ടം. കാര്യങ്ങളൊക്കെ അച്ഛൻ എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. സാരമില്ല ഗ്രീഷ്മച്ചി, സങ്കടങ്ങളൊക്കെ മറന്ന് എന്നെ നോക്കി ചിരിക്കണം. ഒന്ന് പറ കുഞ്ഞമ്മേ. കുറ്റപ്പെടുത്തിയവരുടെ ഒക്കെ മുമ്പില് നിവർന്ന് നിൽക്കാലോ നിനക്കിനി. എവിടെയായിരിക്കും പോസ്റ്റിംഗ്? അങ്ങ് സ്വർഗത്തിലെ അവിടെ ആയിരിക്കും അവക്ക് പോസ്റ്റിംഗ്. കിളി പോലൊരു പെണ്ണല്ലേ, അപ്പൊ സ്വർഗത്തിൽ ഇടം കിട്ടാതിരിക്കില്ല. സകലരെയും കൊല്ലണമെന്നുള്ള തീരുമാനം നല്ലതല്ല പോലെ. രക്ഷയില്ലെങ്കിലേ കഴുത്തിൽ കത്തിവെക്കാവൂ. കരുണേട്ടൻ അത് പറയാം. എന്നോട് വളരെ വ്യക്തമായ വൈരാഗ്യമുണ്ട് അവൾക്ക്. പോസ്റ്റിംഗ് കഴിഞ്ഞാൽ IASന്റെ പവർ വച്ച് അവൾ എനിക്കെതിരെ തിരിയില്ല എന്ന് ഉറപ്പ് പറയാൻ കഴിയോ കരുണേട്ടന്? ഇല്ല. പക്ഷെ അതിന് കൊല്ലേണ്ട കാര്യമുണ്ടോ? IAS കാരിക്ക് പോസ്റ്റിംഗ് കിട്ടാതിരിക്കാൻ തൽക്കാലം ഒന്ന് ശ്രമിക്കാം നമുക്ക്. നടന്നില്ലെങ്കിൽ ഒരു കയ്യോ കാലോ ഇഞ്ഞെടുക്കാം, അതുപോലെ. ഇപ്പൊ തീരുമാനങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ, ഒന്നും നടപ്പാവുന്നില്ല. കല്യാണിയെ പുറത്തിറക്കാൻ പറ്റിയോ? ഇല്ല. ഗ്രീഷ്മയെ അവസാനിപ്പിക്കാൻ പറ്റിയോ? ഇല്ലല്ലോ. ഇപ്പൊ ദേവളും കയ്യെങ്കിൽ കയ്യ്, കാലെങ്കിൽ കാല്. പറഞ്ഞ നടക്കണം കരുണേട്ടാ. നടക്കും. നീ ധൈര്യമായിട്ടിരിക്കേ, കരുണേട്ടൻ നടത്തും. നിന്റെ മനസ്സിലുള്ള ആള് കൊള്ളാൻ ദേവു, നിനക്ക് ചേരുന്ന ആളാ. എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? ചേച്ചിയെ അപകടത്തിൽ നിന്ന് രക്ഷിച്ചോണ്ടാ? അതൊരു കാരണാ. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി അയാളെ കണ്ടാലേ അറിയാം, ഹീസ് എ ജെന്റിൽമാൻ. ശരിയാ ഗ്രീഷ്മച്ചേ. എത്ര പേരെ നമ്മൾ പരിചയപ്പെട്ടാലും ചിലരുടെ വ്യക്തിത്വം നമ്മുടെ മനസ്സിൽ നിൽക്കും. എനിക്ക് കിച്ചനെ ഒരുപാട് ഇഷ്ടം. അതാ സ്വഭാവം കണ്ടിട്ട് തന്നെയാ. പക്ഷെ അച്ഛന് പണ്ടേ എതിർപ്പുണ്ട്. കിച്ചുവിന് പറയത്തക്ക ഒരു ജോലിയില്ലല്ലോ. മാഷിന്റെ ഭാഗത്ത് നോക്കുമ്പോ അതൊരു കുറവ് തന്നെയാ. പക്ഷെ കിച്ചു ക്വാളിഫൈഡ് അല്ലേ, ജോലി കിട്ടിക്കൂടാന്നൊന്നും ഇല്ലല്ലോ. എന്താ